ഇനി നമുക്ക് 16PF ആണ് ചെയ്യാനുള്ളത്. 16PF വളരെ എളുപ്പമാണ്. 16PFൽ നമുക്ക് ഒരു ലിങ്ക് ഓൾറെഡി നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. 16PFൻ്റെ നമുക്ക് ഒന്ന് നോക്കാം. അതെ. ഫോണിൽ കൊടുത്താൽ മതി. ഫോൺ നിങ്ങളെ കയ്യിൽ കൊടുക്കാൻ പറ്റും, അവർക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളെ കയ്യിൽ ഫോൺ വെക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, ആ ലിങ്ക് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറയണം. ഒരുപാട് സമയം എടുക്കരുത്. കുറേ ചോദ്യങ്ങളുണ്ട്. അത് റാൻഡായിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു ആവറേജ് ലെവലിൽ റാൻഡായിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ മതി. എല്ലാം വായിച്ച് ഫില്ല് ചെയ്തുമ്പോൾ കുറേ സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 16PF. 16PFൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം നോക്കി വെക്കുക. സ്റ്റെപ്സ് എല്ലാത്തിലും നിങ്ങൾ സെയിം തന്നെ ആയിരിക്കും. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അത് ആദ്യം സ്റ്റെപ്സ്, അതുപോലെ തന്നെ ഇക്വേഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ സ്കോറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ജനറൽ ഐഡിയ വെച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. വോയിസ് ഒന്ന്, സൗണ്ട് ഒന്ന് ഓഫ് ചെയ്യൂ. ഓക്കെ, ഇനി 16PF ആണ്. 16PFൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ എന്തുണ്ടാവും, ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഫാക്ടർ എ, ഫാക്ടർ ബി, ഫാക്ടർ സി, ഫാക്ടർ, ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ ഇതെന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് പറയാം. 16 ഫാക്ടേഴ്സാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ സ്കോറിംഗ് ടേബിളിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഈ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇത് കണ്ടോ, താഴെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരോട് റാൻഡമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാം. ഓരോന്നും വായിച്ച് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി സിൻസിയറായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് റാൻഡായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എല്ലാം ആൻസർ റാൻഡായിട്ട് ജസ്റ്റ് ആൻസർ ചെയ്യാം. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളെ ജെൻഡർ എന്താണ്, അപ്പോൾ മെയിലോ ഫീമെയിലോ, ഏജ് ഒരു ഏകദേശം ഏജ് ഒരു 44 33 കൊടുക്കുക. പിന്നെ അവിടെ വാല്യൂ ഇത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു റാൻഡം ആയിട്ടാണോ ചെയ്തിട്ടുള്ളത്, അത് ആക്യുറേറ്റ് ആയിട്ടാണോ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റാൻഡായിട്ടാണെങ്കിൽ റാൻഡായിട്ടൊന്ന് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അവർ റിസൾട്ട് എന്ത് ചെയ്യാണ്, അവർ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണ്ട, പഠന ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഗെറ്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള വാല്യൂ. ട്രേറ്റ്, സ്കോർ, പെർസെൻറ്റേജ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ടേബിളിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിടാം, അവരോട് പോകാൻ പറയാം. പിന്നെ ബാക്കി നമുക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ടേബിള്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ ഒരു ടേബിൾ, സ്കോറിംഗ് ടേബിൾ നമ്മളെ മുമ്പിൽ വരും. അപ്പോൾ അവിടെ നമുക്ക് 16 എണ്ണം കോഡുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ നേരെ അതിൻ്റെ റിസർവ് ഓരോന്നിൻ്റെ പേര്, സ്കോറിംഗ് പേപ്പർ നമുക്ക് തരും. സ്കോറിംഗ് ഈ ടേബിൾ നമുക്ക് തരില്ല, ഇങ്ങനൊരു സാധനം നമുക്ക് തരും. ഇത് കണ്ടോ, ഇതിൽ നമ്മൾ ഗ്രാഫ് അടയാളപ്പെടുത്തേണ്ടി വരും. സ്കോറിംഗ് ടേബിൾ വരക്കുകയാണ് വേണ്ടത്. ഓക്കെ, അത് നമുക്ക് നിങ്ങൾ തിയറി എക്സാം എഴുതിയില്ലായിരുന്നോ? തിയറി എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി ഒരു ബുക്ക്ലെറ്റ് തന്നല്ലോ. അതേപോലെ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടി തരാം. ആ ബുക്ക്ലെറ്റിൽ ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പേജ് നിങ്ങൾക്ക് തരും. ഈ പേജ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഇതിൽ ഈ പേരുകൾ ഈ 16 എണ്ണം കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ റിസർവ്ഡ്, ഔട്ട് ഗോയിങ്, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ ഓരോന്നിനും ഓരോ പേരുണ്ട്. ആ പേര് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ സ്കോറിംഗ് ടേബിളിൽ നോക്കിയാൽ അറിയാം. വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അങ്ങനെ ഓരോന്ന് ഇതൊന്നും കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല, ഒക്കെ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യുക, ഇതിൽ എ മുതൽ കോഡിങ് ഉണ്ടാവും. NO കഴിഞ്ഞാൽ പിന്നെ Q1, Q2, Q3, Q4 ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. അതിവിടെ അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല.
അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. Q1 Q2 Q3 Q4 ആണ് ലാസ്റ്റ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ സ്കോർ എഴുതാം. സ്കോർ എഴുതുമ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് കിട്ടിയ വാംത്തിൽ നമുക്ക് 2.4 അല്ലേ കിട്ടിയത്, ഇവിടെ കണ്ടോ. അപ്പോൾ 2.4 എന്ന് പറയുന്നത് എന്താണ്, റോ സ്കോറാണ്. 2.4 എന്നെന്ന് പറഞ്ഞാൽ റോ സ്കോർ എഴുതാം. ഫൈനൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്കോർ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ വാല്യൂവിനെ എന്താണ് 2.5 കൊണ്ട് എന്ത് ചെയ്യണം, ഗുണിച്ചിട്ടുള്ള സ്കോറാണ് ഫൈനൽ സ്കോർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. റോ സ്കോറിനെ 2.5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഫൈനൽ സ്കോർ നമുക്ക് കിട്ടും. അപ്പോൾ 2.5 ഇൻറ്റു 4 ഇൻറ്റു 2.5 ചെയ്ത് നോക്കാം. 2.4 ഇൻറ്റു 2.5 അപ്പോൾ 6 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 6 ആണ് എന്തിലെ 6 ആണ് ആൻസർ. അപ്പോൾ 6 എന്ന് പറഞ്ഞത് ഈ ഗ്രാഫിലെ പോയിന്റിൽ അടയാളപ്പെടുത്തിയാൽ മതി. 6 എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ 6 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടല്ലോ. 6 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. കണ്ടോ, ഇത് 5ഉം 6ഉം വരുന്നത് ആവറേജ് ആണ്. ഇതിന് ഇപ്പുറത്തേക്കാണ് വരുന്നത് വെച്ചാൽ നമുക്കതിന് റിസർവ്ഡ് എന്ന് പറയാം. അതിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഔട്ട് ഗോയിങ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം. ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ബിലോ ആവറേജും ഇവിടെ ആണെങ്കിൽ അബോവ് ആവറേജും പറയും. ജനറലി ഈ 5ൻ്റെയും 6ൻ്റെയും ഇടയിലാണെങ്കിൽ എന്ത് പറയും, ആവറേജും പറയും. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഓരോ പോയിന്റുകൾ എന്ത് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അടുത്ത വാല്യൂ എടുത്ത് എഴുതാം. അടുത്ത വാല്യൂ 1.8 ആണ്. 1.8 എന്ന് എഴുതി. 1.8 പിന്നെ അടുത്തത് ഇതേപോലെ തന്നെ 1.8 ഇൻറ്റു 2.5 ഈക്വൽ ടു, അപ്പോൾ 1.8 ഇൻറ്റു 2.5 ഈക്വൽ ടു 4.5 കിട്ടി. 4.5 കിട്ടി. അപ്പോൾ 4.5 എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് 5 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ 0.5 ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, 4.5 ഉള്ള നമുക്ക് എന്ത് ചെയ്യാം, 5 ആക്കിയിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റും. 5 ഇനി 4.2 ആണ് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് 4 ആക്കിയിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റും. 5ൻ്റെ മുകളിലാണെങ്കിൽ മുകളിലേക്കും അല്ലെങ്കിൽ 5ൻ്റെ താഴെയാണെങ്കിലും അത് എന്ത് ചെയ്യാം. സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ റൗണ്ട് ചെയ്യണില്ലേ, അതേപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 5 ആക്കിയിട്ട് റൗണ്ട് ചെയ്യാം. 5 ആക്കി റൗണ്ട് ചെയ്യുമ്പോൾ ടേബിളിൽ പോയിട്ട് രണ്ടാമത്തത് എന്താണ് 5 ഇതാ 5 അല്ലേ. 5ൻ്റെ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്യാം. അത് ആവറേജ് ആയിട്ട് കണക്കാക്കാം. എന്നിട്ട് നമുക്ക് ഓരോ വാല്യൂസ് ഇങ്ങനെ കിട്ടുമല്ലോ. ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ പോയിൻ്റ് കറക്റ്റ് പോയിന്റിൽ എന്ത് ചെയ്യാണ്, അടയാളപ്പെടുത്തുകയാണ്. ഓരോന്നും ഇതേപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ഗ്രാഫ് വരയ്ക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് നമുക്ക് വരക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റാൻഡമായിട്ട് വരയ്ക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഒന്ന് നമ്മളിങ്ങനെ വരച്ചു. പിന്നെ ഒരു സ്കെയിൽ വെച്ചിട്ട് തന്നെ വരക്കണം കേട്ടോ. ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഓരോന്ന് കണക്ട് ചെയ്തിട്ട്, ഞാൻ കൈ കൊണ്ട് വരക്കണോണ്ടാണ് ഇത് ഇത്ര വൃത്തിയില്ലാതെ വരുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് ഇതാണെന്ത് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അതിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്കഷനും കൺക്ലൂഷനും ഉണ്ടായിരിക്കും. ഡിസ്കഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചർ നോക്കിയിട്ട് ഒരു ആവറേജ് ലെവലായിട്ട് നമുക്ക് ജനറലി ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു ആവറേജ് ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ഏകദേശം ഒരു സെൻറ്ററിൽ കൂടെ അല്ലേ ഇതിന് പോകുന്നത്. എന്നിട്ട് നമുക്ക് എടുത്തെഴുതാൻ പറ്റും. ഇപ്പോൾ Q4 ആവറേജ് ആണ്. Q1 എന്ന് പറഞ്ഞത് ബിലോ ആവറേജ് ആയിട്ട് കാണും. കാരണം ഇവിടെ അല്ലേ വരുന്നത്, ബിലോ ആവറേജ് ഇപ്പുറത്തായതുകൊണ്ട് Q1 ബിലോ ആവറേജ് ആണ്. അതുപോലെ തന്നെ Q3 എബോവ് ആവറേജ് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, എഴുതാം. ജനറലി നമുക്ക് പറയാം ഇത് ആവറേജ് ആണ്, ഈ ആവറേജ് പേഴ്സണാലിറ്റി ആണ്. എന്നാൽ പോലും Q1 എന്ന് പറയുന്നത് ബിലോ ആവറേജ് ആയിട്ട് കാണുന്നുണ്ട്. Q3 എന്ന് പറഞ്ഞാൽ എബോ ആവറേജ് ആയിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസ്കഷനിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഓരോന്ന് എന്ത് ചെയ്യാം,
എഴുതണം. അപ്പോൾ 4 ആക്ട് ഫാക്ടർ എ വാംത്തിന് നമുക്ക് കിട്ടിയ റോ സ്കോർ എത്രയാണ്, അതിനെ നമ്മൾ 2.5 കൊണ്ട് കിട്ടി. ഫൈനൽ സ്കോർ എത്രയാണ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ടേബിൾ നോക്കിയിട്ട് അതുപോലെ ആഡ് ചെയ്യാം. ഇവിടെ ഒന്നും നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണാതെ പഠിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ റോ സ്കോറിനെ ഫൈനൽ സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക എന്നത് മാത്രമാണ്. അതിന് 2.5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫൈനൽ സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള പേരുകളൊക്കെ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഇതിലുണ്ട്, നിങ്ങൾ സ്കോറിങ്ങിൽ ടേബിൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളിവിടെ കണ്ടല്ലോ ഈ പേപ്പർ നിങ്ങൾക്ക് തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ അടയാളപ്പെടുത്താനും പറ്റും. ഇനി ബൈ ചാൻസിൽ തന്നില്ലെങ്കിൽ ഇത് അടയാളപ്പെടുത്തും വേണ്ട. ഓക്കെ, ഗ്രാഫ് തന്നിട്ടില്ലെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് അവർ തന്നിട്ടില്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക, ഗ്രാഫ് തരാൻ വേണ്ടി പറയാം. ഇല്ല ഗ്രാഫ് ഇല്ല തരുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.